തൃശൂർ കൊടുങ്ങല്ലൂർ CPIയിൽ കൂട്ടരാജി. ഒരു വിഭാഗം നേതാക്കൾ പാർട്ടി സ്ഥാനവും നഗരസഭാ കൗൺസിലർ സ്ഥാനവും രാജിവെച്ചു. മണ്ഡലം കമ്മിറ്റി പിരിച്ചുവിട്ട സംസ്ഥാന നേതൃത്വത്തിനെതിരെയുള്ള പ്രതിഷേധമായാണ് രാജി. മണ്ഡലം കമ്മിറ്റി യോഗത്തിലെ വാക്കേറ്റം കയ്യാങ്കളി വരെ എത്തിയ സാഹചര്യത്തിലാണ് മണ്ഡലം കമ്മിറ്റി പിരിച്ചുവിട്ടത്. കൂടുതൽ വിവരങ്ങളുമായി മനോജ് ചേർന്നുണ്ട്. മനോജ്, എങ്ങനെ നോക്കിക്കാണാം? വിഷ്ണു, തൃശൂർ ജില്ലയിൽ CPIയിൽ പലതരത്തിൽ പൊട്ടിത്തെറികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കൊടുങ്ങല്ലൂരിലാണ് ഈ ഒരു കൂട്ടരാജി സമർപ്പിച്ചിരിക്കുന്നത്. മണ്ഡലം കമ്മിറ്റിയെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഈ സംസ്ഥാന കമ്മിറ്റി തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് 20-ലധികം വരുന്ന നേതാക്കൾ ഉൾപ്പെടെ 20-ലധികം വരുന്ന പ്രവർത്തകർ രാജിവെച്ചത്. ഇതിൽ 2 കൗൺസിലർമാരുമുണ്ട്. അവർ നഗരസഭാ കൗൺസിലർ സ്ഥാനവും രാജിവെക്കും. ബിനിൽ, രവീന്ദ്രൻ നടുമുറി എന്നീ കൗൺസിലർമാരാണ് ഈ രാജിവെക്കുന്നതിനായി പാർട്ടി നേതൃത്വത്തിന് കത്ത് നൽകിയിട്ടുള്ളത്. ഇതോടെ തന്നെ ഇവർ രാജിവെച്ചു കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂർ നഗരസഭാ ഭരണത്തെയും ഇത് ബാധിക്കും. കാരണം LDF ഒരു അംഗത്തിന്റെ ഭൂരിപക്ഷത്തിലാണ് ഭരണം നിലനിർത്തുന്നത്. ഈ ഒരു ഭരണ തുടർച്ച ഇനി ഉണ്ടാവില്ലെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ മണ്ഡലം കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വിവാദങ്ങൾ ഉയർന്നിരുന്നു. കമ്മിറ്റി യോഗത്തിൽ കയ്യാങ്കളി ഉൾപ്പെടെ നടക്കുന്ന സാഹചര്യത്തിലാണ് മണ്ഡലം കമ്മിറ്റി പിരിച്ചുവിട്ടത്. ഇതിനു മുമ്പ് തന്നെ ചേർപ്പിൽ ലോക്കൽ കമ്മിറ്റിയിലെ നിരവധി പ്രവർത്തകർ രാജിവെച്ച് പോയിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ കൂട്ടരാജി ഉണ്ടാകുന്നത്. ഇതിൽ തന്നെ CC വിപിൻ ചന്ദ്രൻ സെക്രട്ടറി ആയുള്ള മണ്ഡലം കമ്മിറ്റിയെ വിട്ടുകൊണ്ടുള്ള ഒരു സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമുണ്ടായി. ആ തീരുമാനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു കൂട്ടരാജി വെച്ചിരിക്കുന്നത്. പുതിയ അഡ്ഹോക് കമ്മിറ്റിയിൽ ആരോപണ വിധേയരായവരെ ഉൾപ്പെടുത്തിയതും വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ 20ഓളം പ്രവർത്തകർ രാജിവെച്ചതായാണ് വിവരം. ഇതിൽ 2 ഈ കൗൺസിലർമാർ ഉൾപ്പെടെ രാജിക്കത്ത് സമർപ്പിച്ചിട്ടുണ്ട്. ഇവർ രാജിവെക്കുന്നതോടുകൂടി തന്നെ LDFന്റെ ഭൂരിപക്ഷം നഷ്ടപ്പെടുകയും അത് BJPക്ക് അനുകൂലമായി മാറുകയും ചെയ്യും. കാരണം നിലവിൽ 21 സീറ്റുകളോടെ BJPയും 22 സീറ്റുകൾ LDFനും കോൺഗ്രസിന് 1 സീറ്റുമാണ്. ആകെ 44 അംഗങ്ങളാണ് നഗരസഭയിലുള്ളത്. ഇതിൽ തന്നെ ഈ 22 സീറ്റിൽ നിന്നും LDFന് 2 സീറ്റ് നഷ്ടമായി കഴിഞ്ഞാൽ, 2 പേർ രാജിവെച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അത് BJPക്ക് അനുകൂലമാകും. എന്തായാലും ഈ ഒരു രാജി സംസ്ഥാന നേതൃത്വത്തിനെതിരെയുള്ള പ്രതിഷേധമാണ്. അത് തന്നെ തൃശൂർ ജില്ലയിൽ പല സ്ഥലങ്ങളിലും പ്രതിഫലിച്ചുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ നേതൃത്വം ആകെ കുരുക്കിലാകുന്ന ഒരു സ്ഥിതിയാണ്. ജില്ലാ നേതൃത്വം ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. എന്നാലും ചർച്ചയൊക്കെ തന്നെ പരാജയമായി പോവുകയായിരുന്നു. മണ്ഡലം കമ്മിറ്റിയുടെ പിരിച്ചുവിട്ട തീരുമാനം വളരെയധികം പ്രതിഷേധാർഹമായിട്ടാണ് ഇപ്പോൾ പ്രവർത്തകർ വ്യക്തമാക്കുന്നത്. എന്തായാലും നിലവിൽ തൃശൂർ ജില്ലയിലെ CPIയിൽ വലിയ തരത്തിലുള്ള പൊട്ടിത്തെറികളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ഭാഗത്തു നിന്നും, ചേർപ്പിൽ നിന്നായാലും അതുപോലെ തന്നെ കൊടുങ്ങല്ലൂരിലടക്കം നിരവധി പ്രവർത്തകർ പാർട്ടി വിടുന്നു. എന്തായാലും ഈ ഒരു കൊഴിഞ്ഞുപോക്ക് CPIയെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിൽ തന്നെയാണ് ബാധിക്കുക. വിഷ്ണു.